Hi friends, salt and pepper ന്റെ ടേസ്റ്റി റെസിപ്പിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം തേങ്ങാപ്പാൽ തലക്കറിയാണ്. ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വെളിച്ചെണ്ണ ആവശ്യത്തിന്, കടുക് ആവശ്യത്തിന്, കറിവേപ്പില ആവശ്യത്തിന്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ആവശ്യത്തിന്, ചെറിയ ഉള്ളി ചതച്ചത് 2 ടീസ്പൂൺ, തക്കാളി ജ്യൂസ് 2 എണ്ണത്തിന്റേത്, മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, മല്ലിപ്പൊടി 2 സ്പൂൺ, മുളക് പൊടി 3 സ്പൂൺ, കുടംപുളി 2 എണ്ണം, പുളി പിഴിഞ്ഞത് 2 ടീസ്പൂൺ, ഫിഷ് മസാല 1 സ്പൂൺ, കുരുമുളക് പൊടി 2 സ്പൂൺ, ഉലുവാപ്പൊടി 1 സ്പൂൺ, തേങ്ങ വറുത്തരച്ചത് 4 സ്പൂൺ, തേങ്ങാപ്പാല് അരമുറി. ഇനി നമുക്കിത് തയ്യാറാക്കുന്ന വിധം നോക്കാം. ഒരു ഉരുളി എടുത്ത് ചൂടാക്കി ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് വറ്റൽമുളക് 5 എണ്ണം, കറിവേപ്പില ആവശ്യത്തിന്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 2 ടീസ്പൂൺ എന്നിവയിട്ട് നന്നായി വഴറ്റുക. വഴന്നു വരുമ്പോൾ ചെറിയ ഉള്ളി ചതച്ചത് 2 സ്പൂൺ, 2 തക്കാളിയുടെ ജ്യൂസ്, മഞ്ഞൾപ്പൊടി ആവശ്യത്തിനും കൂടി ചേർത്ത് വീണ്ടും വഴറ്റണം. ഇനി ഇതിലേക്ക് 2 സ്പൂൺ മല്ലിപ്പൊടി, 3 സ്പൂൺ മുളക് പൊടി, കുടംപുളി 2 എണ്ണം പിഴിഞ്ഞത്, ഫിഷ് മസാല 1 സ്പൂൺ, കുരുമുളക് പൊടി 2 സ്പൂൺ, ഉലുവാപ്പൊടി 1 സ്പൂൺ എന്നിവയിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഇളക്കുക. അതിലേക്ക് തേങ്ങ വറുത്തരച്ചത് 4 സ്പൂൺ ചേർത്ത് ഇളക്കിയ ശേഷം മസാലയിലേക്ക് നെയ്മീന്റെ തല മസാല കൊണ്ട് മൂടി ചൂടാക്കി എടുക്കുക. അതിലേക്ക് 1 മുറി തേങ്ങയുടെ പാൽ കൂടി ചേർത്ത് 5 മിനിറ്റ് ഇളക്കി വേവിക്കുക. വെന്ത് കഴിയുമ്പോൾ ആവശ്യത്തിന് കറിവേപ്പിലയും ആവശ്യത്തിന് വെളിച്ചെണ്ണയും ഒഴിച്ച് ഇറക്കി വെക്കുക. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ തേങ്ങാപ്പാൽ തലക്കറി റെഡി ആയിട്ടുണ്ട്. ഈ വിഭവം ട്രൈ ചെയ്യുന്നതിനൊപ്പം നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം.